നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. വിശാല ഐക്യത്തിൽ കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന പഴയ നിലപാട് തങ്ങൾ പുനഃപരിശോധിക്കുകയാണെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ. കാനഡയിലെമ്പാടും അലയടിക്കുന്ന കുടിയേറ്റ വിരുദ്ധ വികാരത്തിന് ചെവി കൊടുക്കേണ്ട സമയമാണിതെന്നും പാർപ്പിട ദൗർലഭ്യം നേരിടുന്ന കാനഡയിൽ ഇനിയും വിശാല നയങ്ങൾ പിന്തുടരുന്നത് ആശ്വാസ്യമല്ലെന്നും ലിബറലുകൾ കുടിയേറ്റത്തോട് കാട്ടിയ മൃദു സമീപനത്തിൽ മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും ജനുവരിയിൽ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് 2 വർഷത്തെ വിസാ പരിധി പ്രഖ്യാപിച്ചെന്നും 2023 6.2% നിന്ന് അടുത്ത 3 വർഷത്തിനുള്ളിൽ മൊത്തം ജനസംഖ്യയുടെ 5% താൽക്കാലിക താമസക്കാരെ കുറയ്ക്കാൻ കാനഡ ആഗ്രഹിക്കുന്നതായും കാനഡയിലെ 2.5 ദശലക്ഷം താൽക്കാലിക താമസക്കാരിൽ നിന്ന് ഏകദേശം 20% വെട്ടിക്കുറയ്ക്കും മാർക്ക് മില്ലർ ഒരു വിദേശ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ വ്യക്തമാക്കി. അടുത്ത 10 വർഷത്തിനുള്ളിൽ 1 ലക്ഷം പുതിയ ഭവന യൂണിറ്റുകൾ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്ന 18 ഡെവലപ്പർമാർ ഒന്നുചേർന്ന് ഭവനങ്ങളുടെ നികുതി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒന്റാരിയോ സർക്കാരിന് കത്തെഴുതി. വാടക ഭവനത്തിന് നികുതിയിൽ ഇളവനുവദിച്ച പോലൊരു നീക്കം ഫെഡറൽ പ്രവിശ്യ ഗവൺമെന്റുകൾ പുതിയ ഭവനങ്ങളുടെയും സംയുക്ത വിൽപ്പന നികുതി നീക്കം ചെയ്യണമെന്നും പ്രവിശ്യകളും ടൊറന്റോ നഗരവും പുതിയ നിർമ്മാണ ഭവനങ്ങളുടെ ഭൂമി കൈമാറ്റ നികുതി ഒഴിവാക്കണമെന്നും മുനിസിപ്പാലിറ്റികൾ വികസന ചാർജുകൾ 2009 നിരക്കിലേക്ക് കുറയ്ക്കാനും പണപ്പെരുപ്പത്തിനനുസരിച്ച് ക്രമീകരിക്കാനും കത്തിലൂടെ അവർ ആവശ്യപ്പെട്ടു. 2009 ടൊറന്റോയിലെ ഒരു ശരാശരി കോണ്ടോമിനിയത്തിൻ്റെ വിലയുടെ ഏകദേശം 12% നികുതി എങ്കിൽ ഇപ്പോൾ അത് 29% ഉയർന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്നും ഡെവലപ്പർമാരുടെ സംഘടന ആരോപിച്ചു. ഒക്ടോബർ മുതൽ കാനഡയിൽ പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങൾക്ക് 2.5% സർചാർജ് ഏർപ്പെടുത്തുമെന്ന് ഗൂഗിൾ അറിയിച്ചു. നികുതിയുമായി ബന്ധപ്പെട്ട ചെലവുകളുടെ ഒരു ഭാഗം നികത്തുന്നതിനാണ് സർചാർജ് എന്ന് ഗൂഗിൾ അവകാശപ്പെടുന്നു. ജൂണിൽ പാർലമെന്റിൽ അംഗീകരിച്ച നികുതി നിർദ്ദേശത്തെ തുടർന്ന് കനേഡിയൻ ഉപയോക്താക്കളിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന വിദേശ ടെക് ഭീമന്മാർക്ക് 3% ലെവി കൂട്ടിച്ചേർക്കാൻ അവർ നിർബന്ധിതരായിരുന്നു. ഈ സവിശേഷ സാഹചര്യത്തെ നേരിടാൻ ഗൂഗിൾ പരസ്യദാതാക്കളെ ആശ്രയിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് കമ്പനി പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. BCയുടെ സെൻട്രൽ ഇന്റീരിയറിലെ ചിൽക്കോട്ടിൻ നദിയെ തടസ്സപ്പെടുത്തുന്ന വിധം വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നതിനാൽ പരിസരവാസികളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട എൻവയോൺമെന്റ് കാനഡ. മണ്ണിടിച്ചിലിന് പിന്നാലെ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും ജനങ്ങൾ കരുതിയിരിക്കണമെന്നും BCയുടെ എമർജൻസി മാനേജ്മെന്റ് മന്ത്രി ബോവിൻ അറിയിച്ചു. ഏകദേശം 30 മീറ്റർ ആഴവും 600 മീറ്റർ നീളമുള്ള സ്ലൈഡുകൾ നദിയിലേക്ക് നീങ്ങുന്നതിനാൽ തീരവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് കാരിബു റീജിയണൽ ഡിസ്ട്രിക്ട് മുന്നറിയിപ്പിൽ പറയുന്നു. സാൽമൺ മത്സ്യങ്ങളുടെ നദിയിലുണ്ടായ ഈ അപകടം ഈ വർഷത്തെ സാൽമൺ സമ്പത്തിനെയും ബാധിച്ചേക്കാമെന്നും ഫിഷറീസ് ആൻഡ് ഓഷ്യൻസ് കാനഡ ആശങ്കപ്പെടുന്നു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ അനുശോചനമറിയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഉരുൾപൊട്ടലിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ദുരന്തത്തിന് ഇരയായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വിഷമഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം അമേരിക്കയുണ്ടാകും. രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ട സൈന്യത്തിൻ്റെയും നാട്ടുകാരുടെയും ധീരതയെ അഭിനന്ദിക്കുന്നു. ഈ വേദനയ്ക്കൊപ്പം ഇന്ത്യയിലെ ജനങ്ങളെ തങ്ങളുടെ ചിന്തകളിൽ ചേർത്തു നിർത്തുന്നുവെന്നും ബൈഡൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. നടൻ ഹരിശ്രീ അശോകന്റെ പഞ്ചാബി ഹൗസ് എന്ന വീടിന്റെ നിർമ്മാണത്തിൽ വരുത്തിയ ഗുരുതര പിഴവിന് 17,83,641 രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി നിർദ്ദേശിച്ചു. പഞ്ചാബി ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച വീടിന്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുൻപ് തറയോടുകളുടെ നിറമങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങുകയും വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും പ്രവേശിക്കുവാൻ തുടങ്ങുകയും ചെയ്യുകയായിരുന്നു. ഇതോടെ ഹരിശ്രീ അശോകൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.